കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും സമ്പന്നൻ ആവുകയില്ല. എന്നാൽ 5 സിമ്പിൾ സ്കിൽസ് പഠിക്കുക, പ്രയോഗിക്കുക. സമ്പത്ത് തേടി അലയേണ്ട ആവശ്യമേയില്ല. സമ്പത്ത് നിങ്ങളെ തേടിയെത്തും. ഇത് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളും ആമസോൺ സ്ഥാപകനുമായ ജെഫ് ബെസോസ്. കേൾക്കുമ്പോൾ വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വാസം വരികയില്ല. കാരണം നാം ചെറുപ്പം മുതൽ കേട്ടു വളർന്നത് കഠിനാധ്വാനം ചെയ്യുന്നവർ മാത്രമേ വിജയിക്കുകയുള്ളൂ, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊക്കെയാണ്. പൊരിവെയിലത്ത് റോഡ് പണിയെടുക്കുന്നവർ, പാടത്തും പറമ്പത്തും കൃഷി ചെയ്യുന്നവർ അവരുടെ എല്ലും പല്ലും മുറിയുന്നതല്ലാതെ ആരും സമ്പന്നരാകുന്നത് നാം കണ്ടിട്ടില്ല. അപ്പോൾ കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രം നാം സമ്പന്നരാകുമോ? ഇല്ല. പിന്നെ ആരാണ് സമ്പന്നരാകുന്നത്? ചുറ്റും നിരീക്ഷിക്കുക. അതാണ് ജെഫ് ബെസോസ് പറയുന്ന ഒന്നാമത്തെ സ്കിൽ. ഒബ്സർവ്, നിരീക്ഷിക്കുക. നിങ്ങളുടെ പരിസരത്ത്, നിങ്ങളുടെ നാട്ടിൽ ആരാണ് സമ്പന്നരാകുന്നത്? അവർ എന്തുകൊണ്ട് പണക്കാരാകുന്നു? ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അയൽപക്കത്ത് മേശിരിയുടെ കയ്യാളായി വന്ന ആൾ ഇന്ന് കോൺട്രാക്ടർ. പട്ടണത്തിലുള്ള ഫ്ലാറ്റുകൾ വരെ സബ് കോൺട്രാക്ട് എടുത്ത് ബംഗാളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് കാറിൽ കറങ്ങുന്നു. സൈക്കിളിൽ മീൻ എത്തിച്ചിരുന്ന ആൾ ഇന്ന് മൊബൈലിലൂടെ ഓൺലൈനായി മീൻ വിൽക്കുന്നു. കൂട്ടുകാരുടെ കയ്യടിക്ക് വേണ്ടി കോമാളിത്തരം പറഞ്ഞു നടന്നവൻ ഇന്ന് അറിയപ്പെടുന്ന യൂട്യൂബർ അല്ലെങ്കിൽ സീരിയൽ നടൻ. പോളിടെക്നിക് പഠിച്ച് തൊഴിലില്ലാതെ കറങ്ങി നടന്നവൻ എന്തോ ചെറിയ ഒരു കോഴ്സിന് ചേർന്നു. ഇപ്പോൾ അവൻ വിദേശത്ത് ജോലി. നാട്ടിൽ വരുമ്പോൾ എന്തൊരു പവറാണ്! അങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് അമ്പരന്ന് നിൽക്കാതെ ഒബ്സർവ് ചെയ്യുക. അവർ എന്താണ് പഠിച്ചത്? അവർ എന്താണ് ചെയ്യുന്നത്? അവർ എന്തുകൊണ്ട് വിജയിച്ചു? അവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമോ എന്ന് പഠിക്കുക. അങ്ങനെ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കുക. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിലും ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ പണം ഉണ്ടാവുകയില്ല. 1-2 പേരല്ലേ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. ആ 2 പേർക്ക് അത് കഴിയുമെങ്കിൽ എനിക്കും എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് തിരിച്ച് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഉത്തരം കണ്ടെത്താൻ കഴിയും. കഠിനാധ്വാനം ചെയ്യാതെ പണമുണ്ടാക്കാനും ഉണ്ടാക്കിയ പണം 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാനും കോമ്പൗണ്ടിങ് എന്ന അത്ഭുത പ്രതിഭാസത്തെ ഉപയോഗിക്കാനുള്ള കഴിവ് നേടുക എന്നതാണ് ജെഫ് ബെസോസ് നിർദ്ദേശിക്കുന്ന 2ാമത്തെ സ്കിൽ. കോമ്പൗണ്ടിങ് എന്ന പ്രക്രിയ ഉപയോഗിച്ച് എങ്ങനെ പണം വർദ്ധിപ്പിക്കാമെന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി പണം വിശ്വാസയോഗ്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നിക്ഷേപ അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാനറ HSBC ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. കാനറ ബാങ്ക്, HSBC ലൈഫ്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് കാനറ HSBC ലൈഫ്. എന്നാൽ ഈ വരുന്ന ഏപ്രിൽ 20 വരെ മാത്രമേ ഈ NFOയുടെ കാലാവധിയുള്ളൂ. കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്താൽ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിക്ഷേപിക്കാൻ സാധിക്കും. കഴിഞ്ഞ 5 മുതൽ 10 വർഷങ്ങളിലായി 31.7%, 21.2% ഈ ഇൻഡെക്സിന്റെ വാർഷിക ശരാശരി റിട്ടേൺ. ബാങ്കിലായിരുന്നെങ്കിൽ നികുതി കഴിഞ്ഞ് 5 മുതൽ 6% മാത്രമായിരുന്നു കിട്ടുക. അതായത് ഈ ഇൻഡെക്സ് പ്രകാരം 2015 നിങ്ങൾ 10 ലക്ഷം നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 68 ലക്ഷമായി തിരികെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ ഫണ്ടിൽ നമുക്ക് വെറും 2000 രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം. ഇവിടെ NAV വില 10 രൂപ മാത്രമാണ്. ഈ ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം ഫണ്ട് സേഫ് ആക്കുന്നതിനും മറ്റൊരു ഭാഗം ലാർജ് ക്യാപ്, മിഡ് ക്യാപ് ആൻഡ് സ്മോൾ ക്യാപ് വിഭാഗത്തിലെ 300 കമ്പനികളിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 50 കമ്പനികളിലേക്ക് നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ 100% സുരക്ഷിതമാണെന്ന ഗ്യാരണ്ടി കൂടെ മികച്ച റിട്ടേൺ സാധ്യതയും ഇതിനോടൊപ്പമുണ്ട്.
അതായത് മാർക്കറ്റ് തകർന്നാലും നിക്ഷേപിച്ച പണം പോകില്ല. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിൻ്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. വർഷത്തിൽ 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാകില്ല. പിന്നെ പ്രവാസികൾ മാസം 18,000 രൂപയൊക്കെ നിക്ഷേപിച്ചാൽ 2 കോടി വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇതിൽ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, വരുന്ന ഏപ്രിൽ 20 വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ സാധിക്കൂ. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ നിക്ഷേപിക്കുവാനും കഴിയും. വളരെ പണ്ട് ശക്തനും ധനികനുമായ രാജാവ് ഭരണം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും എന്തോ ഒന്ന് കുറവാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. ഒരു ദിവസം ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ സന്ദർശിച്ചു. പണ്ഡിതൻ രാജാവിന് ഒരു പുതിയ കളി പരിചയപ്പെടുത്തി, ചതുരംഗം. രാജാവ് ചതുരംഗത്തിൽ ആകൃഷ്ടനായി. അതിൻ്റെ തന്ത്രങ്ങളും നീക്കങ്ങളും അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം അതിൽ വിദഗ്ധനായി. പണ്ഡിതന്റെ ബുദ്ധിശക്തിയെ അഭിനന്ദിച്ച രാജാവ് അദ്ദേഹത്തിന് എന്തെങ്കിലും സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു. അങ്ങയുടെ ഈ സമ്മാനത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. രാജാവ് പണ്ഡിതനോട് പറഞ്ഞു, താങ്കൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലും ഞാൻ നൽകാം. പണ്ഡിതൻ വിനയത്തോടെ പുഞ്ചിരിച്ചു. മഹാരാജാവേ, എനിക്ക് വലിയ സമ്മാനമൊന്നും വേണ്ട. എനിക്ക് ഈ ചതുരംഗ പലകയിലെ ഓരോ കളത്തിലും കുറച്ച് ധാന്യം വെച്ചാൽ മതി. രാജാവ് അത്ഭുതപ്പെട്ടു. ധാന്യമോ? അത്രയുള്ളൂ താങ്കൾക്ക് വേണ്ടത്? എത്ര വേണമെന്ന് പറഞ്ഞാലും ഞാൻ തരാം. അങ്ങയുടെ ഔദാര്യത്തിന് നന്ദി, പണ്ഡിതൻ പറഞ്ഞു. പക്ഷേ എനിക്കിത് ഒരു പ്രത്യേക രീതിയിലാണ് വേണ്ടത്. ആദ്യത്തെ കള്ളിയിൽ ഒരു ധാന്യമണി വെക്കണം. രണ്ടാമത്തെ കള്ളിയിൽ അതിൻ്റെ ഇരട്ടി, അതായത് 2 ധാന്യമണികൾ. മൂന്നാമത്തെ കള്ളിയിൽ അതിൻ്റെ ഇരട്ടി, അതായത് 4 ധാന്യമണികൾ. ഇങ്ങനെ ഓരോ കള്ളിയിലും അതിൻ്റെ തൊട്ട് മുൻപത്തെ കള്ളിയിലെ ധാന്യത്തിൻ്റെ ഇരട്ടി വെച്ച് ഈ 64 കളങ്ങളും നിറയ്ക്കണം. രാജാവിന് ഇത് വളരെ ലളിതമായ ആവശ്യമായി തോന്നി. ഇത്ര ചെറിയ സമ്മാനമാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും ഞാൻ താങ്കൾക്ക് ഇത് നൽകാം, അദ്ദേഹം പുച്ഛത്തോടെ പറഞ്ഞു. അദ്ദേഹം ഭൃത്യന്മാരെ വിളിച്ചു. പണ്ഡിതൻ ആവശ്യപ്പെട്ടതുപോലെ ധാന്യം കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഭൃത്യന്മാർ ആദ്യത്തെ കുറച്ച് കളങ്ങളിൽ ധാന്യം വെക്കാൻ തുടങ്ങി. ആദ്യത്തെ കള്ളിയിൽ 1, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 4, നാലാമത്തേതിൽ 8 എന്നിങ്ങനെ അവർ മുന്നോട്ട് പോയി. കുറച്ചു കളങ്ങൾ കഴിഞ്ഞപ്പോൾ ധാന്യത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങി. 10ാമത്തെ കള്ളിയിലെത്തിയപ്പോൾ 512 ധാന്യമണികൾ വേണ്ടി വന്നു. 20ാമത്തെ കള്ളിയിലെത്തിയപ്പോഴേക്കും ലക്ഷക്കണക്കിന് ധാന്യമണികൾ ആവശ്യമായി വന്നു. അപ്പോഴാണ് രാജാവിന് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. 30 കളങ്ങൾ പിന്നിട്ടപ്പോഴേക്കും രാജ്യത്തിലെ മുഴുവൻ ധാന്യപ്പുരകളിലെയും ധാന്യം തീരാറായി. 40 കളങ്ങൾ കഴിഞ്ഞപ്പോൾ രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ തന്നെ ധാന്യം മുഴുവൻ എടുത്താലും തികയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. പണ്ഡിതൻ ആവശ്യപ്പെട്ട ധാന്യത്തിൻ്റെ യഥാർത്ഥ അളവ് എത്രയാണെന്ന് രാജാവിൻ്റെ ഗണിതശാസ്ത്രജ്ഞന്മാർ കണക്ക് കൂട്ടി. ആ സംഖ്യ കേട്ട് രാജാവ് ഞെട്ടിപ്പോയി. അത് ഏകദേശം 18 ക്വിന്റില്യൺ ധാന്യമണികളായിരുന്നു. ഭൂമിയിൽ ഇന്നുവരെ വിളയിച്ചെടുത്ത ധാന്യത്തിൻ്റെ എത്രയോ മടങ്ങ്. അപ്പോഴാണ് രാജാവിന് പണ്ഡിതന്റെ ബുദ്ധിശക്തി മനസ്സിലായത്. പ്രത്യക്ഷത്തിൽ വളരെ ലളിതമെന്ന് തോന്നിയ ഈ ആവശ്യം യഥാർത്ഥത്തിൽ എത്ര വലിയതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പണ്ഡിതൻ രാജാവിന് ഒരു വലിയ പാഠം പഠിപ്പിച്ചു. ചെറിയ കാര്യങ്ങൾ പോലും കാലക്രമേണ എങ്ങനെ വലിയ വളർച്ച പ്രാപിക്കാം എന്നത്. ഇതാണ് കോമ്പൗണ്ടിങ് എന്ന പ്രതിഭാസം. ഈ കഥയിലൂടെ കോമ്പൗണ്ടിങ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറിയ ഒരു തുടക്കം പോലും സ്ഥിരമായ വളർച്ചയിലൂടെയും പുനർനിക്ഷേപത്തിലൂടെയും കാലക്രമേണ വലിയൊരു ഫലത്തിലേക്ക് നയിക്കും. പലിശയുടെ കാര്യത്തിലും നിക്ഷേപങ്ങളുടെ കാര്യത്തിലും ഈ തത്വം വളരെ പ്രധാനമാണ്. തുടക്കത്തിൽ ചെറിയ നേട്ടങ്ങൾ ലഭിച്ചേക്കാം, പക്ഷേ ദീർഘകാലം ക്ഷമയോടെ കാത്തിരുന്നാൽ അതിൻ്റെ ഫലം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരിക്കും. കഠിനാധ്വാനം ചെയ്യാതെ സമ്പത്തുണ്ടാക്കാനുള്ള 3ാമത്തെ സ്കില്ലാണ് പബ്ലിക് റിലേഷൻസ് ആൻഡ് കൊളാബറേഷൻ സ്കിൽസ്. മറ്റുള്ളവരുമായി ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാനും സഹകരിച്ച് മുന്നേറുവാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയും. ബന്ധങ്ങളിലൂടെയാണ് സമ്പത്തുണ്ടാക്കുന്നത്. പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഒരു പൊതു ലക്ഷ്യത്തിനായി ഒത്തുചേരുന്ന 2ഓ അതിലധികമോ വ്യക്തികളുടെ കൂട്ടായ്മയാണ് കൊളാബറേഷൻ. ഈ കൂട്ടായ്മ ഓരോ വ്യക്തിയുടെയും കഴിവിനേക്കാൾ അനേകം ഇരട്ടി ഊർജം സൃഷ്ടിക്കുന്നു. ഇതൊരു സിംഫണി പോലെയാണ്.
ഓരോ സംഗീതോപകരണവും അതിൻ്റെതായ പങ്ക് വഹിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്ന സംഗീതം ഓരോന്നിൻ്റെയും കഴിവിനപ്പുറം മനോഹരമാകുന്നു. വിവിധ വ്യക്തികളുടെ അറിവും അനുഭവങ്ങളും ഒത്തുചേരുമ്പോൾ അത് പുതിയ ആശയങ്ങളുടെയും പരിഹാരങ്ങളുടെയും ഒരു കലവറയായി മാറുന്നു. ഒരു കൂട്ടം ആളുകൾ ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു. പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. കൂട്ടായ ചർച്ചകളിലൂടെ മികച്ച പദ്ധതികൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനും സാധിക്കുന്നു. ഓരോ വ്യക്തിയുടെയും പരിമിതികളെ മറികടക്കാൻ പരസ്പരം സഹായിക്കുന്നു. കൊളാബറേഷൻ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരേ ലക്ഷ്യമുള്ളവരെ തിരഞ്ഞെടുക്കുക. ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കുക. ആശയങ്ങൾ പങ്കുവയ്ക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും പതിവായി കൂടിക്കാഴ്ചകൾ നടത്തുക. പരസ്പരം ആശയങ്ങൾ തുറന്ന് പങ്കുവയ്ക്കുക. ഓരോരുത്തരും പരസ്പരം പിന്തുണയ്ക്കുക. അംഗങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസ്യതയും ആദരവും ഉണ്ടായിരിക്കണം. വ്യക്തിഗതമായി നേടാൻ സാധിക്കാത്ത വലിയ ലക്ഷ്യങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേടാം. ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരുവാൻ സഹായിക്കുന്ന ഗ്രൂപ്പുകൾ, ആളുകൾ എവിടെയാണോ ഉള്ളത് അവയെ തേടിപ്പിടിച്ച് അവിടെ ചെന്ന് അതിൽ ചേരുക. നിങ്ങളും ആ പ്രവാഹത്തിൽപ്പെട്ട് വളർന്നോളും. റോട്ടറി ക്ലബ്, ലയൺസ് ക്ലബ്, BNA തുടങ്ങി ഇത്തരം ആളുകൾ സംഘടിപ്പിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇത് എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. മരം വെട്ടുകാരൻ ജോലി അന്വേഷിച്ച് തടിക്കച്ചവടക്കാരൻ്റെ അടുത്തെത്തി. കൂലി പറഞ്ഞുറപ്പിച്ചു. തടിക്കച്ചവടക്കാരൻ മഴ ഏൽപ്പിച്ചു. 1-ാം ദിവസം കൂലി വാങ്ങാനെത്തിയപ്പോൾ കച്ചവടക്കാരൻ ചോദിച്ചു, എത്ര മരം വെട്ടി? 20 അയാൾ പറഞ്ഞു. കച്ചവടക്കാരൻ്റെ അഭിനന്ദനം ലഭിച്ചു. 2-ാം ദിവസം കൂടുതൽ അധ്വാനിച്ചെങ്കിലും 18 മരമേ മുറിക്കാൻ കഴിഞ്ഞുള്ളൂ. തുടർന്നുള്ള ഓരോ ദിവസവും മരത്തിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. നിരാശനായ മരം വെട്ടുകാരനോട് കച്ചവടക്കാരൻ ചോദിച്ചു, എന്നാണ് നിങ്ങൾ അവസാനമായി മഴുവിന് മൂർച്ച കൂട്ടിയത്? മരം വെട്ടുകാരൻ പറഞ്ഞു, മരം മുറിക്കുന്ന തിരക്കിൽ മഴുവിന് മൂർച്ച കൂട്ടാൻ മറന്നു. കഠിനമായി ജോലി ചെയ്യുന്നതിലല്ല കാര്യം, സമർത്ഥമായി ജോലി ചെയ്യുന്നതിലാണ്. നിരന്തരമായ പ്രയത്നങ്ങളല്ല, നിർമ്മാണക്ഷമതയുള്ള പ്രവർത്തനങ്ങളാണ് ഫലദായകം. എത്ര കാര്യം ചെയ്തു എന്നതിനേക്കാൾ എത്ര കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നതാണ് കൃത്യനിർവഹണത്തിൻ്റെ അളവുകോൽ. നമ്മുടെ ആയുധം അഥവാ സ്കിൽസ് അപ്ഡേറ്റ് ആണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം. അതാണ് സമ്പത്തുണ്ടാക്കാനുള്ള 4ാമത്തെ സ്കിൽ. ഷാർപ്പൻ യുവർ ആക്സ്. നമ്മുടെ കഴിവുകളും അറിവുകളും നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണം. മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് കഴിവുകളും അറിവുകളും വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നാം പിന്നോട്ട് പോകും. അപ്ഡേറ്റഡ് ഓർ ഔട്ട്ഡേറ്റഡ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ജെഫ് ബെസോസ് നിർദ്ദേശിക്കുന്ന 5ാമത്തെ സ്കിൽസ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. സോഷ്യൽ മീഡിയ സ്കിൽ. സോഷ്യൽ മീഡിയയിലൂടെ വെറുതെ സ്ക്രോൾ ചെയ്തു പോകാതെ അതുപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാം എന്ന് നോക്കാം. ഒരു ഇൻഫ്ലുവൻസർ ആകുക. നിങ്ങൾക്ക് ഒരു പ്രത്യേക വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഫാഷൻ, ഭക്ഷണം, യാത്ര, ടെക്നോളജി, അതിനെക്കുറിച്ച് സ്ഥിരമായി ആകർഷകമായ കണ്ടന്റുകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ വീഡിയോകൾക്ക് നല്ല പ്രതിഫലം നൽകുന്നുണ്ട്. കൂടുതൽ ആളുകൾ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡുകളുമായി സഹകരിച്ച് അവരുടെ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഇതിലൂടെയും നിങ്ങൾക്ക് വരുമാനം നേടാൻ കഴിയും. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കണ്ടെത്തുക. ഒരു പ്രത്യേക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവതരണത്തിലും കണ്ടന്റിലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ ഒരു നൂതന ശൈലി ആവിഷ്കരിക്കുക. തീർച്ചയായും നിങ്ങൾ വിജയിക്കും. ഗുരു ഉറങ്ങുകയാണ്. ഉറക്കത്തിനിടയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. താനൊരു ശലഭമായി പാറി നടക്കുന്നു. മനുഷ്യനാണെന്നുള്ള തോന്നലേയില്ല. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. താനൊരു മനുഷ്യനായി മുറിക്കുള്ളിലെ കട്ടിലിൽ കിടക്കുകയാണെന്നും കണ്ടത് വെറും സ്വപ്നം മാത്രമാണെന്നും ഗുരു തിരിച്ചറിഞ്ഞു. എങ്കിലും അദ്ദേഹം ചിന്തിച്ചു, കുറച്ചു മുമ്പ് ശലഭമാണെന്ന് സ്വപ്നം കണ്ട മനുഷ്യനാണോ ഞാൻ, അതോ ഇത്രയും കാലം വെറും മനുഷ്യനാണെന്ന സ്വപ്നത്തിൽ കഴിഞ്ഞ ഒരു ചിത്രശലഭം തന്നെയോ? പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ മനുഷ്യൻ അനന്തമായ സാധ്യതകളുള്ള വ്യക്തിയാണ്. പലരുടെയും ജീവിതം
അവരുടെ കുറവുകളെക്കുറിച്ചുള്ള ചിന്തകളിൽ ഒതുങ്ങിപ്പോകുന്നു. പ്രായം, സാഹചര്യം തുടങ്ങിയ പരിമിതികൾ കണ്ടെത്തി പരാതിപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാകരുത്. ലോകത്തിന് ആവശ്യം പരാധീനതകൾ പറയുന്നവരെക്കാൾ സ്വന്തം പരിധികൾക്കപ്പുറം മുന്നേറാൻ തയ്യാറാകുന്നവരെയാണ്. സ്വപ്നലോകത്ത് മാത്രം ജീവിക്കാതെ കണ്ട സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കാം. പരിമിതികളെ മറികടന്ന് കഴമ്പുള്ള സ്വപ്നങ്ങൾ കണ്ട് അതിലേക്ക് പ്രവർത്തിച്ച് മുന്നേറുക. പണം നിങ്ങളെ തേടി വരും. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. കാനറ HSBC ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് NFO. എന്നാൽ ഈ വരുന്ന ഏപ്രിൽ 20 വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. 2024 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് കാനറ HSBC ലൈഫിൻ്റെ സോൾവൻസി റേഷ്യോ 210% ആണ്. അതുകൊണ്ട് കമ്പനിയുടെ കെട്ടുറപ്പിനെ പറ്റിയും വിശ്വാസ്യതയെപ്പറ്റിയും പേടിയൊന്നും വേണ്ട. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ നിക്ഷേപിക്കുവാനും സാധിക്കും.